Hi guys, welcome back to my YouTube channel. So ഇന്ന് നമ്മളുടെ ഒരു ലേറ്റ് ഓണമാണ് നടക്കാൻ പോകുന്നത്. ഓണം കഴിഞ്ഞിട്ട് ഇപ്പോ 2 ആഴ്ചയായി. 15 ദിവസമായി ഓണം കഴിഞ്ഞിട്ട്. ഓണം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ ഓണം ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ അല്ല ഒരുപാട് നാളത്തിന് ശേഷം നമ്മൾ പിന്നെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോട് ചേർന്ന് ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ഓണ പ്രോഗ്രാംസ് ഉണ്ട്, ഓണ പരിപാടികളുണ്ട്, ആൻഡ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഡാൻസുകളുണ്ട്. എല്ലാം അടിയിടിച്ച് പൊളിക്കുന്നു. ഓ, നിങ്ങൾ അവരെയൊക്കെ കാണിച്ചില്ല, അവരെ കാണിക്കൂ. 2 കലാപ്രതിഭകൾ ആരൊക്കെയാണ്? കറുത്ത ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത് നിൽക്കുന്നു. ഒന്ന് എന്റെ പപ്പ, ഒന്ന് മാജ അങ്കിൾ, നമ്മുടെ പ്രസിഡന്റ് ആണ്. ഹായ്. എന്താണ് ഓണപരിപാടിയെ പറ്റി പറയാനുള്ളത്? ഓണപ്പരിപാടി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റെയിൻസ് റിസോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം എല്ലാവരുമായത്. നമ്മുടെ പ്രസിഡന്റ് മാജാങ്ങൾ എന്താ പറയാനുള്ളത് ചോദിക്കാൻ പറയൂ. നമ്മളിപ്പോൾ ഓണപരിപാടികൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഓണപരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ പോലും ആ ഒരു ഇത് മാറ്റി വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ലേറ്റായി തന്നെ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ പരിപാടികൾ ഇപ്പോൾ ഉടനെ തന്നെ തുടങ്ങും. ഇപ്പം നമ്മളോടൊപ്പം തന്നെ ഈ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള നൗഷാദ് ഉണ്ട്, അതുപോലെ നമ്മുടെ നല്ല ഒരു സംഘാടകനായിട്ടുള്ള ഷാജഹാൻ ഉണ്ട്. എന്തായാലും ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലും നിങ്ങളുടെ എല്ലാം സഹകരണത്തിലും നമ്മൾ തീർച്ചയായും നമ്മൾ ഓണപരിപാടി അടിച്ച് പൊളിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. തീർച്ചയായും ഉടനെ തന്നെ നമ്മുടെ ഓണപരിപാടി കൂടുണ്ടാണ്. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്, സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ. കളിയാടണ്ടേ ചെമ്മേ ചെമ്പട്ടിൻ ചേലിലാവണ്ടേ. സോ ഗൈസ്, അങ്ങനെ മാറിക്കണേ. ഓണമായിട്ട് ഞങ്ങൾ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ദേ ഒരുങ്ങി എല്ലാരും ഒരേപോലൊക്കെ വന്നിരുന്നു. നമുക്കൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ഓരോ കളറൊക്കെ എടുത്തു. അതെ, എല്ലാരും പലതായി. പക്ഷെ നിങ്ങൾ രണ്ടും ടിന്നിങ് ആയി, റെഡ് ആയി. അതെ, ഡ്രസ് കോഡ് ഇട്ടെങ്കിൽ എല്ലാരും പല കളറിലുള്ള ഡ്രസ് കോഡ് ഇട്ടാണ്. പല കളറാണെങ്കിൽ ഒരേപോലത്തെ സംഭവമാണ്. കണ്ടോ, കാണിച്ചു ഇവരെല്ലാം പല കളറാണെങ്കിലും എല്ലാരും പല കളറാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രസ് കോഡൊന്നുമില്ല. ഞങ്ങൾ സിമ്പിൾ ആണ്, സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും പലരും പല കളറാണ്. ഫാന്റാസ്റ്റിക് ആണ്, ഇലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ആണ്. ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഈ ഓണപരിപാടിയെ പറ്റി പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയില്ല. ഒന്നും പറയാനില്ല. ആർക്കൊന്നും പറയാനില്ല. അടിച്ചു പൊളിക്കണം. അത്രേ ഉള്ളൂ. ഡാൻസ് ഒക്കെ സെറ്റ് അല്ലേ? അടിച്ചു പൊടിക്കണം. ആ, അദ്വൈത് വരൂ. അദ്വൈതിന് എന്താണ് പറയാനുള്ളത്? അദ്വൈതിനെ നിങ്ങൾ നോക്കൂ, നല്ല കറുത്ത ജുബ്ബയൊക്കെ ഇട്ട് വലിയവരുടെ കൂട്ടത്തിലേ ഇച്ചിരി സൗണ്ട് കുറച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാത്തിനും വ്യത്യസ്തനാമൊരു സെയ്തലിയെ നിങ്ങൾ ആരും കണ്ടില്ല? ഹായ്, ഹലോ. എന്താണ് അഫ്രിനെ നോക്കി? നല്ലൊരു ദിവസമാണ്, വളരെ മനോഹരമായ ദിവസം. എന്താ പറയണെന്ന് ഒത്തുകൂടുകയാണ്. തന്ത വൈബായി പോകുന്നു. വേണ്ട, ഞാൻ റിപ്പോർട്ട് എടുക്കുന്നു. ഹായ്, കല്യാണ പെണ്ണിനെ നോക്കൂ. കണ്ടില്ലടാ, നിനക്ക് എന്തോടാ വ്യത്യാസം? ഒന്നുമില്ല. ഗൈസ്, എനിക്കൊരു കാര്യം മനസ്സിലായി. കല്യാണം കഴിഞ്ഞാൽ സൗന്ദര്യം കൂടും. നോക്കൂ, പാത്തുമായി നോക്കൂ. എങ്ങനെ നടന്ന പെങ്കൊച്ചാണ്, കല്യാണം കഴിഞ്ഞപ്പോ സുന്ദരിയായി. അതെ, എന്നാ കുഴപ്പമില്ല. ഓ, സീൻ ബാഗൊക്കെ പുതിയ ബാഗൊക്കെ എനിക്ക് വയ്യ. ഞാൻ പറയുമായിരുന്നു ബ്ലാക്ക് ബ്ലൗസ് ഇടുക, എല്ലാരും ബ്ലാക്ക് ബ്ലൗസ്. കല്യാണം കഴിഞ്ഞവരെല്ലാം ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ കല്യാണം കഴിഞ്ഞെങ്കിൽ അവൾ ഇടത്തില്ലെന്ന് അവള് പറയുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ഗെയിംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓണപരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ആദ്യം നമുക്ക് ഗെയിംസ് ആണ്. സോ ഗെയിംസ് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ കഴിഞ്ഞ് പിന്നെ ഓണത്തിന്റെ ഡാൻസ് പാട്ടൊക്കെയാണ്. സോ നമുക്ക് ഓണപരിപാടികൾ ആദ്യം നോക്കാം.
ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഗെയിം നടക്കാൻ പോകുന്നത് കസേരകളിയാണ്, കുട്ടികളുടെ കസേരകളി. ഞങ്ങൾ വെച്ച് ഞങ്ങളായിരിക്കും അതിനകത്ത് കയറേണ്ടതെന്ന്, പക്ഷെ എന്ത് പിള്ളേർ തികഞ്ഞു പോയി. അതുകൊണ്ട് അല്ലെങ്കിൽ പിള്ളേരായ ഞങ്ങളായിരുന്നു ആദ്യം കയറേണ്ടി വരുന്നത്. പിള്ളേരെ കാണിക്കും. ഇതവിടെ പിള്ളേർ സെക്ഷൻ വൈഡ് ഗൈസ് എല്ലാരും വിളി. ഓക്കെ, അവര് ഭയങ്കര എന്തോ ഒരു സാധനത്തോടു കൂടി ഭയങ്കര ആർപ്പോ വിളിച്ചുകൊണ്ട് അവരുടെ കസേരകളി തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ബുക്കും പേനയൊക്കെ തന്നു. ഞാനാണ് കേട്ടോ ജഡ്ജ്, ഞാൻ തീരുമാനിക്കാതെ ജയിക്കണമെന്ന്. ഓക്കെ അതെ. ഓക്കെ, നമുക്ക് നോക്കാം. ഓ, ആരാണ് ഔട്ടായത്? എന്ത് സംഭവിക്കുന്ന അറിയാതെ ഞാനിതാ കസേരകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ സെയ്തലി ഔട്ടായിരിക്കും. വീണ്ടും ഗായ്സ് അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊട സുന്ദരിയായിട്ട് ഇതാ എത്തിയിരിക്കുന്നു അദ്വൈത്. സുന്ദരി സുന്ദരി നീയും സുന്ദര ഞാനും. ഗായ്സ് അങ്ങനെ നമ്മുടെ കസേരകളി കഴിഞ്ഞു അല്ലേ? നോക്കൂ, കസേരകളി കഴിഞ്ഞു. വിജയകരമായി ഫനാസ് തോറ്റു, ഞാൻ ജയിച്ചു. അടുത്ത ഇതാ നമ്മൾ സുന്ദരിക്ക് എന്റെ വീട്ടിലോട്ട് വരും. അപ്പൊ ഞാൻ എടുത്തോളാം, ഞാൻ വിട്ടുകൊടുത്തതാണ്. അപ്പം ഓക്കെ, ജോൺ ഹോനായി. അപ്പൊ നമ്മൾ സുന്ദരിക്ക് പൊട്ടു തൊടുക എന്നുള്ളതാണ് അടുത്ത ഗെയിം. നമ്മുടെ സുന്ദരി അതാ സിറാജ് ഞങ്ങൾ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. സുന്ദരിയെ കാണിക്കങ്ങളെ. ഓ, സീൻ സുന്ദരി. എന്റെ ഫോട്ടോ മതിയായിരുന്നു. സുന്ദരിക്ക് പൊട്ടിടാൻ എല്ലാരും റെഡി ആയി നിൽക്കുകയാണ്. നമുക്കിനി അത് കാണാം. അവര് അളവെടുക്കുക, എന്നിട്ട് എവിടെ പൊട്ടു കുത്തണോന്നുള്ളത്. നമ്മൾ അടിപൊളിയായിട്ട് കളിക്കണം. സീൻ നമ്മൾ പൊളിക്കണം, അങ്ങനെ പറയരുത്. ഈ വയ്യാതെയാണോ ഓണത്തിന് വന്ന്? ഏത് മൂഡ്? ഓണം മൂഡ്. ഓ ഐ സി. ഹായ് അതെയാ, നമുക്ക് പൊട്ട് വേണ്ടേ? അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സുന്ദരിക്ക് പൊട്ട് തൊട്ട് തരാം. ഇവിടെ അളവെടുത്ത് പറ്റത്തില്ല കേട്ടോ. സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ചിലരൊക്കെ ഇവിടെ വന്ന് അളവെടുക്കുന്നുണ്ട്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. ഐഷ, അത് ആദ്യം ഐഷ കളിക്കാൻ പോവുകയാണ്. കണ്ണ് കെട്ടാൻ പോവാണ്. കണ്ണിലെ കരിയൊക്കെ ഇന്ന് പോവും. സിന്ദൂരം കൊടുത്തു, സിന്ദൂരം. ഗൈസ്, നമ്മുടെ ഡാൻസ് കോർഡിനേറ്റർ ആയ സഫ്ന റൗഷാദാണ് ഇപ്പോ സുന്ദരിക്ക് പൊട്ടുതൊടാൻ പോകുന്നത്. പല നാട്ടിലും പലതരം നിറങ്ങൾ വന്നോറും നിന്നോറും ഒടുക്കത്തെ കളികൾ ചെറുതൊന്നും വയസ്സുള്ള വരികൾ പത്ത് പിടിച്ചിരിക്കുമ്പോ തലകിട്ട് പെരുപ്പ് വടം വലി വലിക്കട വലി 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 ആഞ്ഞു പിടിക്കട പിടി പിടി പിടി.
കളികളൊക്കെ കഴിഞ്ഞിപ്പം സദ്യ ഉണ്ണാൻ പോവാണ് അല്ലേ ഫാത്തിമ സിറാജ്? സദ്യ ഉണ്ണാൻ പോവാണ്. പപ്പടം ഉണ്ട്, പഴമുണ്ട്, എന്തൊക്കെയുണ്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഐഷ എന്താണ്? പച്ചടി ഉണ്ട്, അവിയലുണ്ട്, പിന്നെ ഇതെന്തോ തോരൻ, ബീട്രൂട്ട് തോരൻ ഇല്ലല്ലേ? ഇത്രയുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. സാധനം വന്നില്ല. വയലറ്റ് കളർ അല്ലടാ ബീട്രൂട്ട്. അത് കിട്ടിയില്ല. സോ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ഞങ്ങളെ ചോറ് ഇതാ വിളമ്പുവാണ്. ചോറ് വിളമ്പുവാണ്. വെയിറ്റിംഗ് ഫോർ ചോറ്. ചോറ് വന്ന് ഗൈസ്, ചോറ് വന്ന്. ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാരും. ഇലയൊക്കെ മാറ്റി കൊടുത്തോളൂ. ചോറ് തന്നെ അല്ല, ഇലയെല്ലാം മാറ്റി കൊടുക്കേണ്ട. സോറി, നെയ്യുണ്ട്. സോ ഗൈസ്, അപ്പൊ നമുക്ക് സദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ അടുത്ത ഗെയിമായ ലെമൺ ആൻഡ് സ്പൂൺ ആണ് നടക്കുന്നത്. നമുക്ക് കാണാം. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ, മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം, മലയാളക്കരയിലക്കണം, വിളമ്പാനായില നിരത്തണം, ഒരു ജീവ മിനിങ്ങി വാ. ഏത് മൂട് മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഒള്ളി മൂട്. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും പള്ളത്തൊടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മൊത്തക്കരകളും. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തൊടിയിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും ലക്ഷത്തിരുത്തുകളും തിരുവേറയും. നിറപറ പറ നിറയ്ക്കണ നിറവാണല്ലോ, പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ, മുല്ലേ 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 മുടിമേലെ മണം പരത്തണം, മലയാളക്കരയിലക്കണം, വിളമ്പാനായില നിരത്തണം, ഒരു ജീവ മിനിങ്ങി വാ. ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് പേര് സിറാജുദ്ദീൻ. കൊല്ലം സിറാജുദ്ദീൻ. ഏത് മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് അത്തം മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പട മൂട് ഏത് മൂട് ഒള്ളി മൂട്.
സെക്കൻഡ് പ്രൈസ് ആരാണ്? ഷീനുവിന് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ വകയായിട്ട് ഡാൻസിന് കമ്പോസ് ചെയ്ത് നമ്മുടെ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ഈ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പ്രോത്സാഹന സമ്മാനം ഷീനു മോൾക്ക് കൊടുക്കണം, എല്ലാവരുടെയും അനുഭവത്തോടു കൂടി. ഇനി ഷീനു മോൾക്ക് ഒരു പ്രത്യേക ജൂറി അവാർഡ് കൂടി ഉണ്ട്, പുരസ്കാരം. അത് കൊടുക്കാനായി പ്രസിഡന്റ് മാജ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാജ വേദിയിലേക്ക് വരിക. ഇടവ ബഷീർ മ്യൂസിക് ബോർഡിന്റെ പുരസ്കാരം നമ്മൾ ഈ വർഷം കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഡാൻസ് മാസ്റ്ററായ നമ്മുടെ പ്രിയങ്കരയായ ഷീനു മോൾക്കാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കുന്നത് വെറുമൊരു പുരസ്കാരമല്ല. ഇടവ ബഷീർ മ്യൂസിക്കൽ ഫെയറത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു പരിപാടിക്കുള്ള അർഹതയ്ക്കുള്ള അംഗീകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായും ഇതൊരു കുറവായി കാണരുത്. ഇത് മഹാസംഭവമായി തന്നെ ഷീനുമോൾ കാണുക. തുടർന്നുള്ള ഷീനുമോളുടെ മുന്നോട്ടുള്ള പോക്കിന് ഇത് എല്ലാവിധ സംവിധാനങ്ങളും ഭാവങ്ങളും ഒക്കെ ഇതുമൂലം ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അത്രത്തോളം വിലപ്പെട്ടതാണ് നമ്മുടെ ഈ ഗ്രൂപ്പും ഇതുമായി ബന്ധപ്പെട്ട ഓരോ സമ്മാനങ്ങളും. ഓക്കെ, വാനവിൽ നീയേ മനമോകിൽ മേലെ താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുക. മാജയെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും ചെറിയ ഡാൻസ് നിങ്ങളുടെ അവസാനത്തെ പേര് നല്ലൊരു കൈ കൊടുക്കും. ഇടിക്കുകയാണ്. ഭാവിയിൽ നല്ലൊരു കലാകാരിയായിട്ട് മാറുക. ഓക്കെ, വേറെ പാട്ട് വേണോ? എന്നാ പിടിച്ചോ. 3, 4 വന്നേ വന്നല്ലോ മുറ്റത്ത് മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കേട്ടണ്ടേ പായസം കൊറ്റണ്ടേ പായസം കുച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ മാവേലി പോണേ. നേരാ കണക്കിന് കായ് വരും ചേലായി ചമഞ്ഞുള്ള തോഴികളും പായാനായി രണ്ടാറുകളും ഏഴുലകം കീഴവരും. നേരാ കണക്കിന് കായ് വരും ചേലായി ചമഞ്ഞുള്ള തോഴികളും പായാനായി രണ്ടാറുകളും ഏഴുലകം കീഴവരും. കലകൊണ്ടു മറയും വണ്ണത്തിന്റെ വരവ് ചിരിച്ചോണ്ടു പലരും അടുത്തതു പതിയെ. കനലിന് പുറമെ ചുവടുകളമരെ ഭയമിതു മറയെ. വാശി പിടിച്ചങ്ങ് വരുവാണോ നിന്റെ കൈയും കാലും കട്ടിക്കൂട്ടി മേലനങ്ങല് കണക്കാണോ പിന്നെ എങ്ങനെ കിശലാക്കും. ഹേറ്റ് കൂടി കൂടി വരുവാണോ അത കഴപ്പൊക്കെ നിനക്കിന്ന് പതിവാണോ. പതിവിലിൽ പറ സുഖമാണോ ഓടിച്ചാടി കൂട്ടി കേറി പണമാവണോ. സോക്കി കേട്ട ചിങ് ചിങ് വെടി കണക്കിന് പലതുണ്ട് തീർക്കാനി. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഓണപരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഞങ്ങള് അടിച്ച് പൊളിച്ച് തിമിർത്ത്
പണ്ടാരാണെങ്കിൽ ലാസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റി കൂളായി. ഇനി ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയി ചുമ്മാ ഒന്ന് ചില്ലൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഈ ഓണത്തിന്റെ ഒരു വൈബ് നമ്മളൊന്ന് തഴുകിക്കളയാൻ പോവാണ്. അതെ, തൊണ്ടയൊക്കെ പോയി. ചെയ്തിലേ കാണുന്നില്ല, ചെയ്തിട്ട് മോളെ മാത്രമേ കാണുന്നുള്ളൂ. അച്ഛനെ കാണുന്നില്ല, മോള് മാത്രമേ ഉള്ളൂ. ആരും പേടിക്കണ്ട, അനിയത്തിയാണ്, സിംഗിൾ ആണ് ഇപ്പോഴും, യൂത്ത് ആൻഡ് സിംഗിൾ ആണ്, അങ്കിൾ ആയിട്ടില്ല. അയ്യോ കൊമ്പൊക്കെ കൊള്ളാലോടാ നിന്റെ. ചെവിയാ. അപ്പൊ ഗൈസ് ഇവിടെ കാണുന്നില്ല. സോ ഗൈസ് അപ്പൊ ഞങ്ങളുടെ പെട്ടിക്കകത്ത് എന്തുവായിരുന്നടാ? ജോൺ ഹോനയുടെ പെട്ടി. ഉടുപ്പ് പുറത്തു, അത് ട്വിസ്റ്റ് ആരും കാണിക്കണ്ട. സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഓണപരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകാൻ പോവാണ്. ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നല്ലൊരു ദിവസമായിരുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഓണം ഇല്ലായിരുന്നു എല്ലാവരും കൂടി. അപ്പം ഈ വട്ടമാണ് നമ്മൾ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷത്തിന് ശേഷം ഈ വട്ടമാണ് ആഘോഷിക്കുന്നത്. സോ അടിച്ചു പൊളിച്ചല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഓക്കെ, കുണ്ണാ വണ്ടി ഓടിച്ചു. സോ അതാണ് നമ്മുടെ വ്ളോഗ്. എല്ലാവർക്കും ഒരു ലേറ്റ് ഹാപ്പി ഓണം ഒന്നുകൂടി പറയാണ്. സോ എല്ലാവർക്കും ബൈ.